ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ ദിവസം മുഴുവനും ഞാൻ കരഞ്ഞ് എൻ്റെ ശരീരം ക്ഷീണിച്ചു പോയി. സങ്കീർത്തകൻ പറയണതാണ്, പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പം ദിവസം മുഴുവൻ ഇരുന്ന് കരഞ്ഞു എന്നും ശരീരം ക്ഷീണിച്ചു പോയെന്നും. നമ്മൾ പാപങ്ങൾ ഏറ്റുപറയാതിരിക്കുമ്പോൾ, നമ്മൾ പാപങ്ങളും കുറവുകളും തെറ്റുകളും സമ്മതിക്കാതിരിക്കുമ്പോൾ, നമുക്ക് പറ്റുന്ന തെറ്റുകൾ നമ്മൾ സമ്മതിക്കാതിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ കരയുണ്ടാവില്ലായിരിക്കും. പക്ഷെ നമ്മുടെ ഉള്ളിലെ ചില അസ്വസ്ഥതകൾ ആ തെറ്റുകൾ ഏറ്റു പറയാത്തതുകൊണ്ടാണ്. നമ്മൾ അനുഭവിക്കുന്നത് വേറെ ഒന്നായിരിക്കും. ചിലപ്പോൾ നമുക്കൊരു സ്വസ്ഥത ഇല്ലാതിരിക്കുന്നത്, നമുക്കൊന്ന് ഫ്രീ ആയിട്ട് ആളുകളോട് ഇടപെടുകാൻ പറ്റാതിരിക്കുന്നത്, നമുക്കൊന്ന് ആളുകളെ നോക്കി ചിരിക്കാൻ പറ്റാതിരിക്കുന്നത്, നമുക്ക് സമാധാനത്തോടെ കിടന്നൊന്ന് ഉറങ്ങാൻ പറ്റാതിരിക്കുന്നത്, നമുക്കിങ്ങനെ മാനസികമായ അസ്വസ്ഥതകൾ ഉണ്ടാവുന്നത് അതായിരിക്കും ചിലപ്പോൾ നമ്മുടെ കാരണം. അപ്പം അതായത് ഞാൻ പാപം ഏറ്റു പറയാതിരുന്നപ്പോൾ ദിവസം മുഴുവനും കരഞ്ഞ് എൻ്റെ ശരീരം ക്ഷീണിച്ചു പോയി എന്ന് സങ്കീർത്തകൻ പറയുമ്പം ഞാൻ ചിന്തിച്ച് നോക്കേണ്ടത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ പാപങ്ങൾ ഏറ്റു പറയാത്ത കൊണ്ടും എൻ്റെ തെറ്റുകൾ സമ്മതിക്കാത്ത കൊണ്ടും ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങൾ ഏതാണ് എന്നൊന്നും മനസ്സിലാക്കാൻ പറ്റിയ കുറച്ചുകൂടി എളുപ്പത്തിൽ എനിക്ക് പാപങ്ങൾ ഏറ്റു പറയാനും തെറ്റുകൾ സമ്മതിക്കാനും സാധിക്കും. ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.